താങ്ക് യു സാർ. ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും ഒരിക്കൽ കൂടി. സലീം സാർ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, പ്രത്യേകിച്ചും ഡയബറ്റിക്കിനെ കുറിച്ചും അല്ലെ. നമ്മുടെ കമ്പനിയിൽ ഏറ്റവും ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ കുറച്ച് പ്രൊഡക്റ്റുകളുണ്ട്, പ്ലാന്റ് ബേസ്ഡ് ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റുകൾ. അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതെന്താണ് എന്നുള്ളതും ഇതിന്റെ ഉള്ളിലുള്ള ടെക്നോളജി എന്താണെന്നും ഈ ഓരോ പ്രൊഡക്റ്റുകളും എന്തിനു നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ ഈ പ്രൊഡക്റ്റിന്റെ ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റിന്റെ ബ്രാൻഡ് നെയിം ഉണ്ട്. ഈ ബയോ നേച്ചുറൽസ് എന്ന് പറയുന്ന നമ്മുടേതായ രജിസ്റ്റേർഡ് ബ്രാൻഡ് നെയിമിലാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നത്. എല്ലാ സർട്ടിഫിക്കറ്റോടും കൂടി മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന പ്രൊഡക്റ്റാണ്. ഈ പ്രൊഡക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട് അല്ലെ. ഔഷധം മൂല്യമുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാലും ഔഷധം കഴിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വരില്ല എന്നുള്ള. നമ്മുടെ ഭക്ഷണം തന്നെ ആയിരിക്കണം നമ്മുടെ മെഡിസിൻ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ അങ്ങനെ കഴിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഭക്ഷണത്തിന്റെ പകരം മെഡിസിൻ കഴിച്ച് ജീവിക്കേണ്ട ഒരു രീതിയിലേക്ക് പോകും. നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നന്നായിട്ട് ജീവിക്കാൻ തയ്യാറുള്ള ആളുകളാണെങ്കിൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഡിസോർഡറുകൾ വന്നു കഴിഞ്ഞാൽ തിരിച്ച് ലൈഫിലേക്ക് വരാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഈ ഭക്ഷണ രീതി തെറ്റാണെങ്കിൽ മെഡിസിൻ കൊണ്ട് പ്രത്യേകിച്ചിട്ട് ഗുണമില്ല. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സലീം സാർ ഇപ്പൊ സൂചിപ്പിച്ച പോലെ കേരളസായിട്ട് ജീവിക്കുന്ന ഒരാളെടുത്ത് നമ്മൾ ഒരു പ്രൊഡക്റ്റും ഒരു മെഡിസിനും കൊടുത്തിട്ട് കാര്യമില്ല. ഈ ഷുഗറുള്ള ആളുകൾ തന്നെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും അല്ലെ. 2 നേരം ഇൻസുലിൻ അടിക്കും, അല്ലെ 3 നേരം ഇൻസുലിൻ അടിക്കും. എന്നിട്ട് അവർക്ക് മതം കാണുമ്പോൾ ആർത്തിയായിരിക്കും. അവര് ബേക്കറി ഐറ്റംസ് കഴിക്കുന്നുണ്ടാവും, ഭക്ഷണത്തിനൊന്നും ചോറ് 3 നേരം കഴിക്കും. അങ്ങനെയുള്ള ആളുകളാണ് ഏകദേശം ഒരു 10 വർഷമൊക്കെ ആകുമ്പോഴേക്കും ഡയാലിസിസിലേക്കൊക്കെ പോകുന്ന, അല്ലെങ്കിൽ ഡയബറ്റിക് ന്യൂറോപ്പതിയിലേക്ക് പോയി കായും കാലൊക്കെ മുറിക്കേണ്ട അവസ്ഥ വരുന്നത്. റോങ് മെഡിസിൻ ഈസ് ഓഫ് നോ യൂസ്. ഡയറ്റ് തെറ്റാണെങ്കിൽ മെഡിസിൻ കൊണ്ടൊരു ഗുണമില്ല. വെൻ ഡയറ്റ് ഈസ് കറക്റ്റ്, നിങ്ങളുടെ ഡയറ്റ് കറക്റ്റ് ആണെങ്കിൽ മെഡിസിന്റെ ആവശ്യമില്ല. ഒരു രണ്ടും ഏകദേശം ഒരേ സ്റ്റേറ്റ്മെന്റ് അല്ല, കൺഫ്യൂഷൻ ആക്കും. അപ്പൊ നമ്മൾ ഉള്ളിലേക്ക് മനസ്സിലേക്ക് ഇത് കൊടുക്കണം. ഫുഡ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ ഡ്രഗ് ഓൺ ദ എർത്ത് എന്നാണ്. എർത്തല്ല ഒരു പ്ലാനറ്റ് തന്നെ. ഈ പ്ലാനറ്റിലുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഡ്രഗ് എന്ന് പറയുന്നത് ഭക്ഷണം തന്നെയാണ്. പക്ഷെ അത് ഇന്ന് കാണുന്ന ഭക്ഷണങ്ങളല്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ 2 ടൈപ്പ് ഉണ്ട്. ഒരു അസുഖം വന്ന് ട്രീറ്റ് ചെയ്യുക, ആ ട്രീറ്റ്മെന്റ് ആണ് ഇപ്പൊ നമുക്ക് വേണ്ടി ഇവിടെ എന്ത് ചെയ്തത്. അലോപ്പതി ആണെങ്കിലും ഒരു പരിധി ഒരു ആയുർവേദം ഒക്കെ ആണെങ്കിലും ഒക്കെ തന്നുകൊണ്ടിരിക്കുന്നത്. ആ നിലവിലുള്ള ആ അസുഖത്തിനെ ട്രീറ്റ് ചെയ്യും, ട്രീറ്റ്മെന്റ് ആണ് കിട്ടുന്നത്. പക്ഷെ ആരും അതിന്റെ റൂട്ട് എന്ത് ചെയ്യുന്നില്ല, ക്ലിയർ ചെയ്യുന്നില്ല. എന്താണ് ഇതിന്റെ കാരണം? അതിനെ ക്ലിയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു അസുഖത്തെ എന്നേക്ക് മാറ്റി റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അപ്പൊ നമ്മുടെ ഈ സെഷൻ എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു ന്യൂട്രാസ്യൂട്ടിക്കൽ ആണെങ്കിലും നമ്മുടെ ബാക്കി എന്ത് പ്രൊഡക്റ്റാണെങ്കിലും ഈവൻ മാഗ്നറ്റിക് തെറാപ്പിന്റെ പ്രൊഡക്റ്റുകൾ പോലും ചെയ്യുന്നത് നമ്മുടെ കോശങ്ങളിലേക്കുള്ള ഒരു റീജനറേഷൻ പ്രക്രിയയാണ്. അപ്പൊ ഓരോ നശിച്ചുകൊണ്ടിരിക്കുന്ന കോശങ്ങളെ വീണ്ടും എന്ത് ചെയ്യും, പുനരുജ്ജീവിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കുമെന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അപ്പൊ ഏത് അസുഖത്തിനാണെങ്കിലും അതിന്റെ റൂട്ടില് അതിനെന്താണോ അതിന് മൂലകാരണം, അതിനെ എന്ത് ചെയ്യാൻ പറ്റും, ട്രീറ്റ്മെന്റിലൂടെ മാറ്റിയെടുക്കാൻ പറ്റുമെങ്കിൽ കുറേ കൂടി ഭംഗിയായിരിക്കും അല്ലെ. ഇത് പ്രിവെൻഷൻ ഉള്ളതും അതേപോലെ തന്നെ ക്യൂർ ചെയ്യാനുള്ളതാണ്. രണ്ടുമാണ്. നമുക്ക് ഡയബറ്റിക് ആണെങ്കിലും കിഡ്നി പ്രോബ്ലം, ലിവർ പ്രോബ്ലം, അങ്ങനെയുള്ള എല്ലാ ഹാർട്ട് പ്രോബ്ലം എല്ലാത്തിനുള്ള പ്ലാന്റ് ബേസ്ഡ് സപ്ലിമെന്റ് നമ്മുടെ അടുത്തുണ്ട് എന്നുള്ളതാണ് ഈ നമ്മുടെ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത. നമുക്കറിയാം, നമുക്ക് ഒരുപാട് ആയുർവേദ ചെടികളെ കുറിച്ച് അറിയാം അല്ലെ. ആയുർവേദ, സിദ്ധ, യുനാനി കോമ്പിനേഷനിലൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് പ്ലാന്റുകൾ നമുക്കറിയാം. ഞാൻ ഈ നിങ്ങളോട് പറയാൻ പോകുന്ന എല്ലാ പ്രൊഡക്റ്റുകളും ഇതുപോലെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത, ഇതെന്താണ് ഇതിനൊരു മാജിക്കൽ ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇത് 100% കെമിക്കൽ ഫ്രീ ആണ്, 100% പ്ലാന്റ് ബേസ്ഡ് ആണ്. ഇതിലുള്ളതെല്ലാം ചെടികളിൽ നിന്നാണ് ഇതിനത് വേർതിരിച്ചെടുക്കുന്നത്. അതിന്റെ ഇലയിൽ നിന്നും പൂവിൽ നിന്നും കായിൽ നിന്നും ഒക്കെയാണ് വേർതിരിച്ചെടുക്കുന്നത്. ഈ ചെടികൾ, ഈ പ്ലാന്റുകൾ, നമ്മൾ പറയും ഔഷധ സസ്യങ്ങള്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ USDA സർട്ടിഫൈഡ് ഓർഗാനിക് പ്ലാന്റുകളാണ്. അതിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നിരന്തരം എന്ത് ചെയ്യുന്നുണ്ടാവും, പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നടത്തി 1% പോയിട്ട് 0.01% പോലും അതിലെന്തില്ല,
കെമിക്കൽ ഇല്ല എന്ന് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ അത് ഓർഗാനിക് ആണെന്ന് സർട്ടിഫൈ ചെയ്തിരിക്കുന്ന പ്ലാന്റിൽ നിന്നാണ് നമ്മൾ ഇത് എന്ത് ചെയ്യുന്നത്, വേർതിരിച്ചെടുക്കുന്നത്. ഇത് ഒരു ഇന്ത്യൻ സ്റ്റാൻഡേർഡിലുള്ള, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഒരു ഉൽപ്പന്നമാണ്. അതേപോലെ തന്നെ ഇതിൽ പ്രിസർവേറ്റീവ് ഉപയോഗിച്ചിട്ടില്ല. അതിന്റെ എല്ലാ കമ്പനിയുടെയും ടാബ്ലറ്റ് കോട്ട് ചെയ്തിരിക്കുന്നത് ചിലപ്പം വേറെന്തെങ്കിലും മൃഗക്കൊഴുപ്പ് കൊണ്ടോ നെയ്യ് കൊണ്ടോ ഒക്കെ ആയിരിക്കും. പക്ഷെ നമ്മുടെ പ്രോഡക്റ്റ് എന്ത് ചെയ്തിട്ടില്ല, അവിടെ ബൈൻഡിങ്ങിനും കോട്ടിങ്ങിനും പോലും കെമിക്കൽ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതേപോലെ അലിഞ്ഞു പോകുന്നുള്ളതാണ്. അതേപോലെ ഈ കമ്പനിക്ക് UK ഹൗസ് ഓഫ് ലോർഡ്സ് അവാർഡ് കിട്ടിയിട്ടുണ്ട്, നമുക്ക് പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിക്ക്. അത് അവാർഡ് എന്ന് വെച്ചാല് ഈ ബൊട്ടാണിക്കൽ റിസർച്ചിനുള്ള ഒരു അവാർഡാണ്. അതേപോലെ നമ്മുടെ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ലോകത്തില് ഏകദേശം 2000-ഓളം ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനികളുണ്ട്. എന്ന് വെച്ചാൽ ഏറ്റവും എന്താ പറയാ ടോപ്പിൽ നിൽക്കുന്ന ഏകദേശം 2000-ഓളം ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനികളുണ്ട് പല രാജ്യങ്ങളിലായിട്ട്. ഇന്ത്യയിലല്ല, പല രാജ്യങ്ങളിൽ, ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളിലായിട്ട്. അപ്പൊ അതില് നമ്മുടെ ഇലോൺ മസ്കിന്റെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, എക്സ്പ്രൈസ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട്. അവരൊരു കോമ്പറ്റീഷൻ റൺ ചെയ്യുന്നുണ്ട്. ആ കോമ്പറ്റീഷൻ റൺ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് ഏറ്റവും പ്യുവർ ആയിട്ട് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് സെൽ റീജനറേഷൻ എന്ന് വെച്ചാല് ഈ കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ പറ്റുന്ന, മരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന കോശങ്ങളെ, അതേപോലെ ആന്റി ഏജിങ്, നമ്മുടെ ശരീരത്തിലേക്ക് പ്രായാധിക്യത്തെ തോൽപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഈ പ്ലാന്റ് ബേസ്ഡ് ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്ന കമ്പനികളിൽ ഒരു കോമ്പറ്റീഷൻ റൺ ചെയ്യുന്നുണ്ട്. ആ കോമ്പറ്റീഷനിൽ ആദ്യത്തെ 100 ലിസ്റ്റിൽ വന്ന കമ്പനിയാണ് നമ്മുടെ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഈ കമ്പനി ഇന്ത്യയിലെ ടോപ്പ് 3 റാങ്കിൽ വരുന്ന ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനിയാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണമെന്നുള്ളതാണ്. കാരണം നമ്മൾ ഈ കമ്പനി ഉപയോഗിക്കുന്ന ഈ ഒരു ടെക്നോളജി, സിനർജിസ്റ്റിക് ഓപ്റ്റിമൈസ്ഡ് ബ്ലെൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് പേറ്റന്റഡ് ആണ്. അത് അവരുടെ മാത്രം അവകാശ കുത്തകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയും പ്യുവർ ആയിട്ടുള്ള ഒരു ഉൽപ്പന്നങ്ങളാണ് എല്ലാം പറ്റുന്ന പ്രൊഡക്റ്റ് ഇന്ന് വേൾഡിൽ ഇല്ല. ഈ കമ്പനിക്ക് എല്ലാ സർട്ടിഫിക്കറ്റും ഉണ്ട്, HACCP, അതേപോലെ GMP, FSSAI, USDA, അതേപോലെ തന്നെ ഗ്ലൂട്ടൻ ഫ്രീ ആണ് പ്രൊഡക്റ്റുകൾ. ഈ കമ്പനി 2006 മുതൽ കഴിഞ്ഞ 19 വർഷമായി ഈ ഒരു മേഖലയിൽ ഈ സെൽ റീജനറേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങൾ നടത്തി 19 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള, ഓരോ ഘട്ടങ്ങളായിട്ട് എന്ത് ചെയ്തതാണ്, വികസിപ്പിച്ചെടുത്തതാണ്. ഇതിന്റെ ഫോർമുല ഒക്കെ പേറ്റന്റഡ് ആണെന്നുള്ളത് ഒന്ന്. രണ്ടാമത്തെന്ന് വെച്ചാൽ ഇത് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ്, ക്ലിനിക്കലി ടെസ്റ്റഡ് ആണ്. നമ്മളൊരു മെഡിസിൻ അലോപ്പതിയിൽ ഇറങ്ങുമ്പോൾ, എവിടെ ഇറങ്ങുമ്പോഴും അത് മനുഷ്യ ശരീരത്തിലും എലികളിലൊക്കെ പരീക്ഷിക്കുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഈ പ്രൊഡക്റ്റ് ഹ്യൂമൻ ബോഡിയിൽ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലിനിക്കൽ ട്രയൽ നടത്തി. ഈ ക്ലിനിക്കൽ ട്രയലുകൾ ഓൾറെഡി പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനി കൂടിയാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ പിന്നെ ക്ലിനിക്കൽ ട്രയലുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ക്ലിനിക്കൽ ട്രയൽ അസോസിയേഷന്റെ രജിസ്ട്രിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ ക്ലിനിക്കൽ ട്രയലുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ നമ്മുടെ പ്ലാന്റ് ബേസ്ഡ് കമ്പനി ഇറക്കിയ ആ PDF വളരെ വ്യക്തമായിട്ട് ഓരോ ആളുകൾക്കും ഗുണം കിട്ടിയത് എന്തിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട് ട്രയലുകളൊക്കെ. ഇത് 100% വെയിറ്റഡ് ആണ്. ഇതാണ് നമ്മുടെ കമ്പനിയുടെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ പ്രത്യേകത. ഇത്രയും എന്താണ് പ്യുവർ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ഒരു ദോഷവും ഉണ്ടാക്കില്ല. ഇനി ഇതിനെപ്പറ്റി നമ്മളൊന്ന് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ പ്രൊഡക്റ്റ് ആണ്, ഈ കമ്പനി നമുക്ക് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞത്. ഇതിന്റെ പാനൽ എന്ന് പറയുന്നത് ജർമ്മനി, UAE, സിംഗപ്പൂർ, ഇന്ത്യ, അങ്ങനെയുള്ള മലേഷ്യ, ഇങ്ങനെയുള്ള ഖത്തർ, റഷ്യ, ദുബായ്, ഇങ്ങനെയുള്ള പാരീസ്, ഇങ്ങനെയുള്ള ഒരു ലോകത്തിന്റെ പല രാജ്യങ്ങളിലുള്ള ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു സയന്റിഫിക് വിങ് ആണ്, സയന്റിസ്റ്റുകളുടെ ഒരു പാനലാണ് ഇത് ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, കഴിഞ്ഞ 19 വർഷത്തോളമായിട്ട് റിസർച്ച് നടത്തിക്കൊണ്ട് വന്നിരിക്കുന്ന ഒരു കമ്പനി മാനുഫാക്ചർ ചെയ്ത് ലോകത്തിന്റെ മുന്നിലേക്ക് ബയോട്ടോറിയത്തിലൂടെ മാർക്കറ്റ് ചെയ്യാൻ പോകുന്ന നമ്മുടെ ഓൺ ബ്രാൻഡിൽ, ബയോ നാച്ചുറൽസ് എന്ന് പറയുന്ന ഓൺ ബ്രാൻഡിൽ മാർക്കറ്റ് ചെയ്യാൻ പോകുന്ന ഉൽപ്പന്നങ്ങളാണ്. ഇത് ഇന്ത്യയിലും ലോകത്തിലും എന്തുണ്ടാവും, ഒരു വിപ്ലവം ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഒന്നാമത്തെ പ്രൊഡക്റ്റ് അഡ്വാൻസ് ഷുഗർ ബാലൻസ്.
ഇതിലൊക്കെ 60 ടാബ്ലറ്റ് ഉണ്ടാവും ഒരു ബോട്ടില്. ഇപ്പൊ അഡ്വാൻസ് ഷുഗർ ബാലൻസ് എന്ന് പറയുന്നത് ടൈപ്പ് 1, ടൈപ്പ് 2, അതേപോലെ തന്നെ ഗർഭാവസ്ഥയിലുള്ള ഷുഗർ, ഇതൊക്കെ വന്നു നിൽക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് ഇത് കൊടുക്കാം. കറക്റ്റ് ആയിട്ട് 3 to 4 months ഇത് ഉപയോഗിക്കണം. ഉപയോഗിച്ചു കഴിഞ്ഞാൽ 100% റിസൾട്ട് ഉണ്ടാവും. നിങ്ങൾക്കത് വേണമെങ്കിൽ നിങ്ങളുടെ അടുത്ത ആളിലാണെങ്കിൽ ഉപയോഗിച്ച് നോക്ക്. റിസൾട്ട് ഇല്ലെങ്കിൽ ഞാൻ പൈസ തിരിച്ചു തരാം എന്ന് പറഞ്ഞ് വരെ വിൽക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നം. അത്രത്തോളം ടെസ്റ്റഡ് ആണ്, ക്ലിനിക്കൽ ട്രയലുകളൊക്കെ നടത്തിയാണ്. ഇനി ഈ പ്രൊഡക്റ്റ്, ഒന്നാമത്തെ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യും എന്നുള്ളതാണ്. നമ്മുടെ ബീറ്റാ സെല്ലുകളെ റീജനറേഷൻ ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ ഇൻസുലിന്റെ പ്രൊഡക്ഷനെ ഹെൽത്തിയാണ്. 2 ഇൻസുലിൻ സെൻസിറ്റിവിറ്റി, ഇൻസുലിൻ എന്ത് ചെയ്യും, സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ബോഡിയെ പ്രാപ്തമാക്കും. അതേപോലെ തന്നെ പാൻക്രിയാസിന്റെ ഫംഗ്ഷൻ പ്രോപ്പർ ആക്കും. എന്ന് വെച്ചാൽ ഈ പാൻക്രിയാസിന്റെ ബീറ്റാ സെല്ലുകൾക്ക് ഡാമേജോ നാശങ്ങളോ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ കഴിവുള്ള ഇന്ത്യയിലെ ഏക ടാബ്ലറ്റ് ആണ് നമ്മുടെ ഈ ഒരു അഡ്വാൻസ് ഷുഗർ ബാലൻസ് എന്ന് പറയുന്നത്. അത് ഇതിന് ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് വെച്ചാൽ ഡയബറ്റിക് വന്ന് കുറെ കാലമായിട്ടുള്ള ആളുകൾക്ക് ഡയബറ്റിക് ആയിട്ടുള്ള ന്യൂറോപ്പതിയും അതേപോലെ തന്നെ റെറ്റിനോപ്പതിയും അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ വരെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. നമ്മുടെ ബോഡിയിൽ അത്രയും ഗുണം ഈ ഒരു പ്രൊഡക്റ്റ് തരും. ബ്ലഡിന്റെ ഗ്ലൂക്കോസ് ലെവലും ഗ്ലൂക്കോസ് മെറ്റാബോളിസവും കറക്റ്റ് ചെയ്യും. ചുരുക്കി പറഞ്ഞാല് ഒരു ഷുഗർ പേഷ്യന്റിന് ഇല്ലെങ്കിൽ ഷുഗർ പേഷ്യന്റ് ആകാൻ പോകുന്ന ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ്, നമ്മളെല്ലാവരും വാങ്ങി കഴിക്കേണ്ട ഒരു പ്രൊഡക്റ്റ്. ഓക്കെ, ഷുഗറിലേക്കും കാര്യത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഷുഗർ വന്നാലുള്ള റിസ്ക് ഒക്കെ നിങ്ങൾ ഇപ്പം തന്നെ ബാധവരാതെ സംസാരിക്കുന്ന ആളുകളാണ് അല്ലെ. 7ന്റെ താഴെ ആയിരിക്കണം ഒരു 3 മാസത്തെ ഏവറേജ് ഷുഗറിന്റെ ലെവല്. ഇപ്പം 5.7 ബിലോ ആണെങ്കിൽ അയാള് ഡയബറ്റിക് അല്ല എന്ന് പറയും. ഈ 5.7 to 6.4 വരെ ആണെങ്കിൽ ഒരു 50-50 ചാൻസിലേക്ക് പോകും. 6.4ന് മുകളിലാണ് എങ്കിൽ ഡയബറ്റിക് പേഷ്യന്റ് ആണ് ശരിക്കും പറഞ്ഞത്. ആ പാൻക്രിയാസ് എന്ത് ചെയ്തു, ഡാമേജ് ആയി തുടങ്ങി എന്നുള്ളതാണ്. പ്രൊഡക്റ്റ് ഒരു കസ്റ്റമറുടെ അഡ്വൈസ് ചെയ്യുന്ന സമയത്ത് നോർമലി ഒരു 6.4 ഒക്കെ ആണെങ്കിൽ 7 ഒക്കെ ആണെങ്കിൽ ഒരു ടാബ്ലറ്റ് രാവിലെ, ഒരു ടാബ്ലറ്റ് രാത്രി. ആ സമയത്ത് ഷുഗർ ലെവല് 200ന്റെ മുകളിൽ, 250ന്റെ മുകളിൽ, 300ന്റെ മുകളിൽ എന്നൊക്കെ പറഞ്ഞ ആളുകൾ കേട്ടിട്ടില്ലേ? അങ്ങനെയുള്ള ആളുകൾ HbA1c ഒരു 7.5ന്റെ മുകളിലോട്ടുള്ള ആളുകൾക്ക് രാവിലെ 2 ടാബ്ലറ്റ്, രാത്രി 2 ടാബ്ലറ്റ്, അങ്ങനെ ഒരു ദിവസം 4 ടാബ്ലറ്റ് വരെ നിങ്ങൾക്ക് പറയാം. ഇല്ലെങ്കിൽ 3 ടാബ്ലറ്റ് വരെ കഴിക്കാം. അതിനെ കൊണ്ട് വേറെ ദോഷമൊന്നും വരില്ല. അപ്പൊ അവരോട് പറയാം, ആദ്യത്തെ ഒരു 1.5 മാസം എന്ത് ചെയ്യാ, 2 ടാബ്ലറ്റ് വെച്ച് കഴിച്ചോ. എന്നിട്ട് അത് എന്ത് ചെയ്യാ, പിന്നീട് ഓരോ ടാബ്ലറ്റിലേക്ക് മാറിയാൽ മതി. റിക്കവറി കുറച്ചും കൂടി എളുപ്പത്തിലാക്കും. അപ്പൊ ഇതാണ് പ്രൊഡക്റ്റ്. 12 വയസ്സിന് മുകളിലുള്ള ആർക്കും ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാം. 12 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇനി ഇതിന്റെ ഉള്ളിൽ എന്താണെന്നുള്ളതാണ്. ഇത് ഞാൻ ലാസ്റ്റ് പറഞ്ഞതിനാ വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം ഇതിൽ ഉലുവ ഉണ്ട് എന്ന് പറയുമ്പോൾ ഉലുവ അല്ല ഉള്ളത്. ഉലുവയിൽ നിന്നും നമ്മുടെ പാൻക്രിയാസിന് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിനെ പ്രോപ്പറാക്കി കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലുള്ള എന്താണോ അതിന്റെ മൂലകോശം, അതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ 1 ഫെനുഗ്രീക്ക്, 2 നമ്മുടെ ജാമുൻ ബീജ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഞാവൽപ്പഴം. ഞാവൽപ്പഴത്തില് ഈ പാൻക്രിയാസിന് ആവശ്യമുള്ള ബീറ്റാ സെല്ലുകളിൽ റീജനറേഷൻ ചെയ്യാൻ പറ്റുന്ന കണ്ടന്റ് ഉള്ളത് അതിന്റെ ബീജിലാണ്, അതിന്റെ വിത്തിലാണ്. അതിന്റെ ഉള്ളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒരു സ്റ്റെം സെല്ലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ചിറ്റാമൃത് നമുക്കറിയാം, എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. ഡയബറ്റിക്കൽ ആളുകളൊക്കെ വെള്ളത്തിലൊക്കെ ഇട്ട് കുടിക്കുന്ന കാണാം ചിറ്റാമൃതിന്റെ ഒരു സ്റ്റെം സെൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നു. സിന്നമൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറുകപ്പട്ട എന്ന് പറയും. കറുകപ്പട്ടയാണ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ, നോർമലി ഉൾപ്പെടുത്തിയാൽ ഇൻസുലിന എന്ത് ചെയ്യും, ബ്ലഡിന് എന്ത് ചെയ്യും, ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി കൂട്ടും. അപ്പൊ അതിന്റെ കണ്ടന്റ് ഇതിലുണ്ട്. ചക്കരക്കൊല്ലി ഷുഗറുള്ള ആളുകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനം, ബാക്കി ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിരിക്കും ചക്കരക്കൊല്ലി. അത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നുണ്ട്. അശ്വഗന്ധ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നുണ്ട്. അതേപോലെ പാവയ്ക്ക അല്ലെങ്കിൽ കൈപ്പക്ക എന്ന് പറയുന്ന ആ ഒരു പ്ലാന്റിൽ നിന്നുള്ള സ്റ്റെം സെൽ ഉപയോഗിച്ചിരിക്കുന്നുണ്ട്. മഞ്ഞളിന്റെ അകത്തു നിന്നുള്ള കുർക്കുമിന് ഉപയോഗിച്ചിരിക്കുന്നുണ്ട്. ദാരുഹരിദ്ര മരമഞ്ഞൾ ഉപയോഗിച്ചിരിക്കുന്നുണ്ട്. വൃക്ഷ അമല, അതേപോലെ മുരിങ്ങ, ജിൻസങ്, അതേപോലെ കരിയാത്ത, നിലവേപ്പ് എന്നൊക്കെ പറയും. കരിയാത്ത, നിലവേപ്പൊക്കെ ആളുകൾ ഉപയോഗിക്കുന്നുണ്ടാവും. ബ്രഹ്മി, അതേപോലെ തന്നെ കരിഞ്ജീരകം, അതേപോലെ ശതാവരി, അതേപോലെ ഗുഗ്ഗുലു. ഈ 17
പ്ലാന്റ് ബേസ്ഡ് സ്റ്റെം സെൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതില് കയ്പൊക്കെ മാത്രം ജ്യൂസ് അടിച്ച് കുടിച്ച് ഷുഗർ മാറ്റിയെടുത്ത ആളുകളുണ്ട് അല്ലെ, നമുക്കറിയാവുന്ന ആളുകളുണ്ടാവും. അതേപോലെ കിരിയാത്ത നിലവേപ്പ് മാത്രം ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ഈ ചിറ്റാമൃതും അതേപോലെ തന്നെ ചക്കരക്കൊല്ലിയും ഒക്കെ ഉപയോഗിച്ചിട്ട് ഡയബറ്റിക്കിനെ റിവേഴ്സ് ചെയ്തിട്ടുണ്ടാവും ആളുകൾ. ഒരുപാട് ആളുകൾ റിവേഴ്സ് ചെയ്തിട്ടുണ്ട്, നമുക്ക് തന്നെ അറിയാം നാട്ടിലൊക്കെ. അപ്പൊ ഇത്രയും 17 ഈ കണ്ടന്റുകൾ ഉപയോഗിച്ച് സയന്റിഫിക് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഉൽപ്പന്നത്തിന്റെ പവർ ഒന്ന് നോക്കിയാൽ മതി. അത്രയും എന്താണ് മൂല്യമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ. ഇതാണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഗർഭിണികൾക്കും അതേപോലെ മുലയൂട്ടുന്ന സ്ത്രീകൾക്കും ഈ പ്രൊഡക്റ്റ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നില്ല. അവരവരെ ഓക്കെ, ഓരോ വ്യക്തിക്കും റിസൾട്ട് വേരിയേഷൻ ഉണ്ടാവും. ചില ആളുകൾക്ക് 2.5 മാസം കൊണ്ട് 3 മാസം കൊണ്ട് റിസൾട്ട് കിട്ടുമ്പോൾ ചില ആൾക്ക് ചിലപ്പോൾ 6 മാസം 8 മാസം ഒക്കെ സമയം എടുക്കാൻ സാധ്യത ഉണ്ടാവും. ഓരോരുത്തരുടെ ജീവിതശൈലിയും അവരുടെ ബോഡിയും ഡിപ്പെൻസ് ആണ്, അവരുടെ അസുഖത്തിന്റെ തീവ്രത ഡിപ്പെൻസ് ആണ്. ഇത് ഈ പ്രൊഡക്റ്റിന്റെ ക്ലിനിക്കൽ ട്രയലുകളുടെ സ്ക്രീൻഷോട്ടാണ്. ഇത് എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പാൻക്രിയാസിന്റെ ഹെൽത്ത് എങ്ങനെയാണ് കൊണ്ടുവരുന്നത്, പാൻക്രിയാസിലെ ബീറ്റാ സെൽസിനെ വീണ്ടും റീജനറേഷൻ ചെയ്യുന്ന പ്രോസസ് എങ്ങനെയാണെന്നുള്ളത് സയന്റിഫിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി റിപ്പോർട്ടാണിത്. ഷുഗറുള്ള ആളുകൾക്ക് മറ്റു പല അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ മറ്റു പലതും എന്ത് ചെയ്യും, ഷുഗർ ഉണ്ട് ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഉറക്കം കിട്ടാനുള്ള ഗുളികയുണ്ട്, അത് കൊടുക്കാം. അതേപോലെ തന്നെ ഷുഗർ ഉണ്ട് ഭയങ്കരമായിട്ടുള്ള പിരിമുറുക്കുള്ള ആളുകൾക്ക് നമുക്ക് മെമ്മറി മാക്സ് എന്ന് പറയുന്ന വേറൊരു പ്രൊഡക്റ്റ് ഉണ്ട്, അതും കൂടി അതിന്റെ കൂടെ ക്ലബ് ചെയ്യാം. ഏറ്റവും 3 മാസം ഏറ്റവും മിനിമം നിങ്ങൾ ഇത് ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഇനി അങ്ങോട്ട് വരുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. കാരണം നമ്മൾ രോഗികളെ തേടി പോകുന്ന ആളുകളിൽ നിന്ന് മാറി നമ്മൾ നല്ലൊരു വെൽനസ് അഡ്വൈസർ ആയിട്ട് മാറാൻ ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുവാണ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.